Hello, today we are going to discuss a new topic, that is magnetic flux. So you know what is electric flux. Okay, so magnetic flux is similar to that. So what is magnetic flux? Simply we can say the number of lines of force that is passing through an area. Okay, ഒരു ഏരിയയിൽ കൂടി കടന്നു പോകുന്ന നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് പറഞ്ഞ പേരാണ്, ദാറ്റ് ഈസ് നോൺ ആസ് മാഗ്നറ്റിക് ഫ്ലക്സ്. സിമ്പിൾ ആയിട്ട് പറയാം, നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് പോകുന്നുണ്ട്, ഏരിയയിൽ കൂടി കടന്നു പോകുന്ന നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. ഓക്കെ, എന്നാൽ കുറച്ചുകൂടി ഇങ്ങനെ പറയാം, ദ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമൽ ത്രൂ ആൻ ഏരിയ. സപ്പോസ് ദിസ് ഇസ് എ നോർമൽ. അപ്പൊ നമുക്കിത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. ഓക്കെ, സപ്പോസ് ഇത് നോർമൽ ആണ്, ദിസ് ഇസ് എ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. നമ്മൾ അതിന് നോർമൽ ലൈൻ വരക്കുവാണെങ്കിൽ ആ നോർമൽ ലൈനിന് എന്താ കൂടെ കടന്നു പോകുന്ന നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഓക്കെ, അതായത് ഇവിടെ നോർമൽ കൂടി പോകുന്ന നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് എന്ത്, മാഗ്നറ്റിക് ഫ്ലക്സ്. സോ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമൽ ത്രൂ ആൻ ഏരിയ, ദിസ് ഇസ് എ നോർമൽ. ഓക്കെ, നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്യുവാണ് നോർമൽ ത്രൂ ആൻ ഏരിയ. ഒരു ഏരിയ കൂടി പോകുന്ന നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്താ, അതായത് നമ്മൾ നോർമൽ വരച്ചു കഴിഞ്ഞാൽ എന്താ, ആ നോർമലിൽ കൂടി പോകുന്ന നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്, അതിന് പറഞ്ഞ പേരാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ, ഒരു ഏരിയ കടന്നു പോകുന്ന നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഓക്കെ, സപ്പോസ് ഇവിടെ നോക്കി ഈ നോർമലും ഈ മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ എന്താണ്, ആംഗിൾ ഇല്ല. ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 0 അല്ലെ. സപ്പോസ് ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്യുന്നത് ഈ നോർമലുമായിട്ട് ഒരു സ്പെസിഫിക് ആംഗിളിലാണ്. സപ്പോസ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനെ പോവുകയാണ്, അല്ല ഇങ്ങനെ പോവുകയാണ്, ഒരു മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പോവുകയാണ്. ഇത് ഒരു കമ്പൗണ്ട് നമുക്ക് എടുത്ത് നോക്കാം. സപ്പോസ് ദിസ് ഇസ് എ നോർമൽ, ഇതാണ് നമ്മുടെ പോകുന്ന ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് കരുതുക. ഇത് നമ്മുടെ നോർമൽ ആണെങ്കിൽ എന്താണ്, ദിസ് മേക്ക് ആൻ ആംഗിൾ തീറ്റ. ഓക്കെ, അതെന്താണ്, നമ്മുടെ ഈ നോർമലുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കുവാണെങ്കിൽ, ഇവിടെ ആംഗിൾ ഇല്ല, ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 0. ഓക്കെ, നമുക്ക് എന്താണ് ഈ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ദിസ് എ വെക്ടർ ആണ്, ദിസ് എ വെക്ടർ കമ്പോണന്റ്, സോ വി ക്യാൻ സ്പ്ലിറ്റ് ഇൻടു 2. ഓക്കെ, ദിസ് ഈസ് ദ സൈൻ കമ്പോണന്റ് ആൻഡ് ദിസ് ഈസ് ദ കോസ് കമ്പോണന്റ്. ഓക്കെ, ബി കോസ് തീറ്റ, ബി സൈൻ തീറ്റ, ബി കോസ് തീറ്റ. ഓക്കെ, സപ്പോസ് ഇതാണ് നമ്മുടെ ഏരിയ, സ്മോൾ ഏരിയ, നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ്. ആ ഏരിയ നമുക്ക് എടുക്കാം ഡി എ, നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് ത്രൂ ദാറ്റ് ഏരിയ. ഡി എ എന്ന ഏരിയ കൂടിയാണ് പോകുന്നത്. നോർമൽ ത്രൂ ആൻ ഏരിയ, ഇവിടെ നോർമൽ ഡയറക്ഷനിൽ പോകുന്ന കമ്പൗണ്ട് ഏതാണ്, നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമൽ ത്രൂ ആൻ ഏരിയ. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഫ്ലക്സ്, എന്താ, നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് passing normal through an area. അതായത് നമ്മളിവിടെ നോർമൽ ഡയറക്ഷനിൽ പോകുന്ന കമ്പോണന്റ് വേണം, ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നോർമൽ ഡയറക്ഷനിൽ പോകുന്ന കമ്പോണന്റ് വേണം. അതായത് ഇവിടെ ബി കോസ് തീറ്റ ഇൻറ്റു ദാറ്റ് ഏരിയ. ഏരിയ എന്താ, ഡി എ. സോ ബി കോസ് തീറ്റ ഇൻറ്റു ഡി എ. So what is b cos theta into dA? നമുക്ക് എങ്ങനെ എഴുതാം, this is we can write b dot dA, b dot dA. This is the equation for magnetic flux. Okay, ഇവിടെ നമുക്ക് ഒരു ഏരിയ കൂടി പോകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലേ, അപ്പൊ ചെറിയൊരു ഏരിയ കൂടി പോകുന്നു, അപ്പൊ നമുക്ക് d5 എന്ന് വിളിക്കാം. ചെറിയൊരു ഏരിയ കൂടി പോകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. അപ്പൊ ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, we can integrate. അപ്പൊ എന്ത് പറ്റും, b into integral ഡി എ. ചെറിയൊരു ഏരിയ അല്ലേ, അപ്പൊ ടോട്ടൽ ഏരിയ ആകുമ്പോൾ ദിസ് ബിക്കം എന്ത് വരും, ബി എ അല്ലെ, ബി ഡോട്ട് എ. അതായത് എന്ത് വരും, ബി ഡി എ കോസ് തീറ്റ എന്ന് നമുക്ക് എഴുതാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ, ദിസ് ഇസ് ബി ഡി എ കോസ് തീറ്റ. മനസ്സിലായോ, ബി ഡോട്ട് ഡി എ ആണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ബി ഇസ് എ കോൺസ്റ്റന്റ് ടേക്കൺ ഔട്ട് സൈഡ്, ഡി എ കോസ് തീറ്റ. ഡി എ എന്തായിട്ട് മാറും, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ചെറിയൊരു ഏരിയ അല്ലേ, ടോട്ടൽ ഏരിയ ആകുമ്പോൾ എന്താ, we have to integrate all the area. എല്ലാം കൂട്ടിയെടുക്കണം. അപ്പൊ എന്ത് വരും, it become integral d എന്താ, a ആയി മാറും, ടോട്ടൽ ഏരിയ ആയിട്ട് മാറും, cos theta അല്ലെ. So we can write
മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു വാട്ട് ഇസ് ബി എ കോസ് തീറ്റ ബി ഡോട്ട് എ അല്ലെ. ചെറിയൊരു ഏരിയ കൂടെ ആണെങ്കിൽ നമുക്ക് എന്താ വി ക്യാൻ റൈറ്റ് എന്തെഴുതാം ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ബി ഡോട്ട് ഡി അല്ലെങ്കിൽ എന്താ ബി ഡോട്ട് ഡി എക്സ്. മനസ്സിലായോ? സോ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമൽ ത്രൂ ആൻ ഏരിയ ഉണ്ടോ. നമ്മൾ എടുക്കുന്ന ഇവിടുത്തെ കമ്പോണന്റ് ഏതാ നോർമലി കൂടി പോകുന്ന കമ്പോണന്റ് അതാണ് ബി കോസ് തീറ്റ എന്ന് വന്നത്. ഓക്കെ, നോർമൽ ഡയറക്ഷനിൽ പോകുന്ന കമ്പോണന്റ് എടുക്കാവുള്ളൂ നോർമൽ ത്രൂ ആൻ ഏരിയ. സോ ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ മാത്രമേ മാഗ്നറ്റിക് ലൈൻസ് എന്താണ് ഒരു ആംഗിളിൽ പോയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്കത് കണ്ടുപിടിക്കാൻ ഡെറിവേഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ വാട്ട് ഇസ് ഇക്വേഷൻ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ദ കമ്പോണന്റ് ഇൻ ദ നോർമൽ ഡയറക്ഷൻ. ഓക്കെ, അതായത് മാഗ്നറ്റിക് കമ്പോണന്റ് എന്താണ് നോർമൽ ഡയറക്ഷൻ ഇൻറ്റു ദാറ്റ് ഏരിയ, അതാണ് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ. മനസ്സിലായോ? ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമൽ ടു ദ കമ്പോണന്റ് അതാണ് എന്ത് ബി കോസ് തീറ്റ ഇൻറ്റു ആൻ ഏരിയ. ഏരിയ എന്താ ഡി എ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇതെന്താ ബി ഡോട്ട് ഡി എന്ന് എഴുതാം അല്ലെ. നമുക്കൊന്ന് ഇതിപ്പോ ചെറിയൊരു ഏരിയ അല്ലേ, ടോട്ടൽ ഏരിയ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ടോട്ടൽ ഏരിയ ഇന്റഗ്രേറ്റ് ചെയ്യും. അതാണ് എന്താണ് ബി ഡി എ പഴയ പോലെ തന്നെ എഴുതി ബി ഡി എ കോസ് തീറ്റ. ഓക്കെ, ഇന്റഗ്രൽ ബി ഡി എ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്ത് വരും ബി ഔട്ട് സൈഡ് എടുക്കാം, then dA become A, then cos theta, that is B dot A. This is equation for magnetic flux. Electric flux പഠിച്ച ഓർമ്മയുണ്ടോ? ഇലക്ട്രിക് ഫ്ലക്സ് എന്തായിരുന്നു? ഫ്ലക്സ് ഇസ് ഈക്വൽ ടു എന്താ ഇ ഡോട്ട് എ അല്ലെങ്കിൽ ഇ ഡോട്ട് ഡി എസ് എന്നൊക്കെ പഠിക്കും. ഓക്കെ, so this is magnetic flux. So next topic is very important topic, Biot-Savart's law. So what is Biot-Savart's law? We know that due to the current carrying conductor, there should be a magnetic field around it. Current carrying conductor മൂലം എന്താവും ഒരു magnetic field ഉണ്ടാവും. Biot-Savart's law എന്തിനാ ഉപയോഗിക്കുന്നത് അറിയാവോ? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ അല്ലെങ്കിൽ അതിനകത്തുള്ള സ്മോൾ എലമെന്റൽ ലെങ്ത് മൂലം ഏതെങ്കിലും ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഇവിടുത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്താ Biot-Savart's law. സപ്പോസ് നമ്മൾ we are calculating the magnetic field on this point taken as P. Okay, this is the elemental length dl. Okay, അപ്പം പറഞ്ഞാൽ മനസ്സിലായോ? ഒരു കറണ്ട് ക്യാരിയിങ് എലമെന്റൽ ലെങ്ത് മൂലം ചെറിയൊരു കണ്ടക്ടറിലെ ചെറിയൊരു പോർഷൻ മൂലം എന്താണ് ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ എലമെന്റൽ ലെങ്ത് മൂലം സപ്പോസ് നമ്മൾ എടുക്കുന്ന എലമെന്റ് എന്താണ് ഡി എ, ഇത് മൂലം ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് Biot-Savart's law. ഓക്കെ, അപ്പൊ Biot-Savart's law നമുക്ക് എന്താണ് ഈ പോയിന്റ് കണ്ടുപിടിക്കണം. You have to calculate the magnetic field on this point. Okay, suppose this point is P at a distance R. Okay, അപ്പൊ നമ്മൾ ആ ഡിസ്റ്റൻസ് അകലെ എന്താണ് ഈ എലമെന്റിൽ നിന്ന് പോയിന്റ് എടുക്കുക. നമുക്ക് ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. മനസ്സിലായോ? Biot-Savart's law എന്താണ് ഒരു കറണ്ട് ക്യാരിയിങ് എലമെന്റ് മൂലം ഏതെങ്കിലും ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ പറയുന്നത് ഇങ്ങനെ Biot-Savart's law states that the magnetic field at any point due to the elemental length, ഈ elemental length മൂലം എന്താണ് ഈ elemental length മൂലം ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് is directly proportional to എന്താണ് കറന്റ്. അതായത് കറണ്ട് കൂടുമ്പോ എന്താ സപ്പോസ് ഒരു കറണ്ട് ഐ എന്ന കറണ്ട് പോലും കരുതുക, കറണ്ട് കൂടുമ്പോ എന്താ ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കൂടും, ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ടു കറന്റ് ആൻഡ് is directly proportional to elemental length dl. അതായത് elemental length കൂടുമ്പോൾ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് കൂടും. നമ്മൾ എടുക്കുന്ന elemental length കൂട്ടി എടുത്താൽ എന്താ ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. then directly proportional to sine of the angle between the elemental length and point. നമ്മൾ ഈ പോയിന്റും ഈ elemental length തമ്മിൽ നമ്മൾ ഒരു ചെറിയൊരു ആംഗിൾ മേക്ക് ചെയ്യുക. സപ്പോസ് ദിസ് ഈസ് ദ ആംഗിൾ തീറ്റ. അതിന്റെ സൈൻ ഓഫ് ദി ആംഗിൾ എന്താണ് ആ ആംഗിൾ കൂടി വരുമ്പോൾ എന്ത് പറ്റും ഈ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. ഓക്കെ, then inverse proportional to distance between the particle. മനസ്സിലായോ? നമ്മൾ ഈ ഡിസ്റ്റൻസ് തൊട്ട് എങ്ങനെയാ ഡിസ്റ്റൻസ് കൂടുമ്പോ എന്താ മാഗ്നറ്റിക് ഫീൽഡ് കുറയും, ഡിസ്റ്റൻസ് കുറഞ്ഞാലോ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. നമുക്ക് കമ്പൈൻ ചെയ്യാം. കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഡി ബി is proportional to I d L sin theta. ഓക്കെ, ഇതിന്റെ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് കേട്ടോ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഈക്വൽ ടു ആർ സ്ക്വയർ. ഓക്കെ, നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് എഴുതാം? can taken as a constant, that is mu 0 by 4 pi IDL sin theta by r square. ഓക്കെ, ഈ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ പേരാണ്
permeability constants. Okay, so ഒരു കറണ്ട് ക്യാരിയിങ് എലമെന്റ് ലെങ്ത് മൂലം ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഏതെങ്കിലും ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂളാണ് ബയോ-സാവാർട്ട്സ് ലോ. അതെന്തൊരു പ്രൊപ്പോർഷൻ ആണ്? ഈ എലമെന്റ് എന്തൊരു പ്രൊപ്പോർഷൻ ആണ്? ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്തൊരു പ്രൊപ്പോർഷൻ ആണ്? പ്രൊപ്പോർഷണൽ ടു കറണ്ട്. ഓക്കെ, അതായത് കറണ്ട് കൂടിയ ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കൂടും, ഇതിനകത്തുള്ള കറണ്ട് കൂടിയ. പിന്നെ എന്താണ്? പ്രൊപ്പോർഷണൽ ടു എലമെന്റൽ ലെങ്ത്. എലമെന്റൽ ലെങ്ത് കൂടിയ കുറയാൻ ചേർന്ന് നോക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യും. ഡയറക്ട് പ്രൊപ്പോർഷൻ ആണ്. ദെൻ എന്താണ്? സൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ എലമെന്റൽ ലെങ്ത് ആൻഡ് ദാറ്റ് പോയിന്റ്. അത് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? ഡയറക്ട് പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ ഈ പോയിന്റിൽ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയൊക്കെ കൂടാം, എങ്ങനെയൊക്കെ കുറയാം. ഇനി പോയിന്റ് തമ്മിലുള്ള ഈ എലമെന്റൽ ലെങ്തും പോയിന്റ് തമ്മിലുള്ള എന്താണ്? അകലമായിട്ട് എന്തായിരിക്കും? ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? ഇൻവേഴ്സ് ആണ്. അർത്ഥം എന്താ? അകലം കൂടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കുറയും. ഓക്കെ, അകലം കുറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. അപ്പൊ നമുക്ക് കമ്പൈൻ ചെയ്തുമ്പോൾ എന്ത് കിട്ടും? പ്രൊപ്പോർഷണൽ ടു. ഇത് മാത്രമല്ലേ താഴെ വരുന്നുള്ളൂ. ഓക്കെ, ഐഡിയാസ് ഇൻ ദ ഭാസ്കർ. ദെൻ ഈ റിമൂവിംഗ് ദ പ്രൊപ്പോർഷണാലിറ്റി ടേക്കിംഗ് എ കോൺസ്റ്റന്റ് mu 0/4π that is known as permeability constant. ക്ലിയർ? അപ്പോൾ ഒരു കറണ്ട് ക്യാരിയിങ് എലമെന്റിൽ മൂലം ഏതെങ്കിലും ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂളാണ് ബയോ-സാവാർട്ട്സ് ലോ. ഒരു കറണ്ട് ക്യാരിയിങ് എലമെന്റിൽ മൂലം ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ റൂളാണ് ബയോ-സാവാർട്ട്സ് ലോ. ഓക്കെ, ഇവിടെ നോക്കിയേ, dV is equal to mu 0/4π IdS sin theta by r square. ഓക്കെ, സോ ബയോ-സാവാർട്ട്സ് ലോയില് എന്ത് പറഞ്ഞു? dB is equal to mu 0/4π IdS sin theta by r square. Where mu 0/4π വേറെന്താ? Permeability of free space. Then ഇതിനൊരു വാല്യൂ ഉണ്ട്, that is 4π into 10⁻⁻⁷ Henry per meter. Okay, so ബയോ-സാവാർട്ട്സ് ലോ അറിയാലോ, ഒരു കറണ്ട് ക്യാരിയിങ് എലമെന്റ് മൂലം ഒരു പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ദാറ്റ് ഈസ് ബയോ-സാവാർട്ട്സ് ലോ. ക്ലിയർ? സോ നെക്സ്റ്റ് ടോപ്പിക് ആണ് മോഷൻ ഓഫ് എ ചാർജ് പാർട്ടിക്കിൾ ഇൻ കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് എഫക്ട്. അതായത് ചാർജ് പാർട്ടിക്കിൾ എന്താണ്? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും വേണ്ടാവുന്ന മോഷൻ? മീൻസ് വാട്ട് ഇസ് ദ വെലോസിറ്റി ഓഫ് ദ ചാർജ് പാർട്ടിക്കിൾ. അപ്പൊ നമ്മള് സപ്പോസ് നമ്മളൊരു ചാർജ് പാർട്ടിക്കിൾ ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുവാണ്. വി ആർ അപ്ലൈയിങ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യുക? ഈ ചാർജിന്റെ പുറത്ത് ഇലക്ട്രിക് ഫീൽഡിന്റെയും മൂലം ഉണ്ടാകുന്ന ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡും മൂലം ഉണ്ടാകുന്ന ഫോഴ്സും എന്ത് ചെയ്യുക? ഈക്വൽ ആക്കുക. ഓക്കെ, ഒരു ചാർജിന്റെ പുറത്ത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൂടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ത് ചെയ്യുക? ഈക്വൽ ആകുക. അപ്പൊ നമുക്ക് എന്ത് പറയും? വാട്ട് ഈസ് ദ ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ്? നമുക്കറിയാം വാട്ട് ഈസ് ദ ഫോഴ്സ്? F is equal to EQ. പഠിച്ചല്ലേ? Then what is the force due to magnetic field? What is force? BQV. This is question number 1. Question number 2. Then നമുക്ക് അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്, നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയിട്ട് എടുക്കാമല്ലോ. സോ നമുക്ക് എന്ത് കിട്ടും? EQ is equal to BQV. Cancel out M, Q and Q. So what is the value of V? V is equal to V value E by B. Okay, so this is the motion of the velocity of the charge particle in the combined effect of electric field and magnetic field. അപ്പോ ഒരു ചാർജ് പാർട്ടിക്കിൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിലും എന്താണ് കമ്പൈൻഡ് എഫക്ട് വരുമ്പോൾ അതുണ്ടാവുന്ന വെലോസിറ്റി ആയിരിക്കും ഈ V. ഓക്കെ, ദിസ് ഇസ് ഇക്വേഷൻ ഫോർ ദാറ്റ്. അപ്പൊ ഇത് നമുക്ക് എന്താ, ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പല പല വെലോസിറ്റിയിൽ വരുന്ന പാർട്ടിക്കിളിനകത്ത് നമുക്ക് എന്താ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി ഉള്ള പാർട്ടിക്കിളിനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും ഈ ഇക്വേഷൻ വെച്ച്. അതായത് നമ്മളെന്താ ഇയും ബിയും നമുക്ക് ഏത് രീതിയിലാണോ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട വെലോസിറ്റി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ആ വെലോസിറ്റി ഉള്ള പാർട്ടിക്കിൾ നമുക്ക് എന്താ ഡിഫറെന്റ് വെലോസിറ്റി ഉള്ള പാർട്ടിക്കിളിൽ നിന്ന് നമുക്ക് ആ നമ്മുടെ വേണ്ട വെലോസിറ്റി ഉള്ള പാർട്ടിക്കിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ വെലോസിറ്റിക്ക് ഈ മെത്തേഡിന് പറഞ്ഞ പേരാണ് വെലോസിറ്റി ഫിൽട്ടർ മെത്തേഡ് എന്നോ അല്ലെ വെലോസിറ്റി സെലക്ടർ മെത്തേഡ് എന്നോ പറയും. മനസ്സിലായോ? വെലോസിറ്റി ഫിൽട്ടർ, അതായത് നമുക്ക് ഇയുടെയും ബിയുടെയും വാല്യൂ ഒരു മീഡിയത്തിൽ നമുക്ക് എന്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട വെലോസിറ്റി കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് സപ്പോസ് 1 മീറ്റർ/സെക്കൻഡ് വെലോസിറ്റി ഉള്ള പാർട്ടിക്കിൾ ആണ്, അതനുസരിച്ച് നമ്മൾ ഇയും ബി അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് കുറെ പാർട്ടിക്കിൾ ഡിഫറെന്റ് വെലോസിറ്റി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വേണ്ട വെലോസിറ്റി ഉള്ള മാത്രം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇതിനെ പറഞ്ഞ വേറെന്താണ്? ആ മെത്തേഡിന് പറഞ്ഞ പേരാണ് വെലോസിറ്റി ഫിൽട്ടർ മെത്തേഡ് അല്ലെങ്കിൽ വെലോസിറ്റി സെലക്ഷൻ മെത്തേഡ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി വാട്ട് ഈസ് ദ velocity of the particle when we are applying a combined effect of electric and magnetic field. Clear? Thank you.